ഹായ്, അപ്പോൾ നിങ്ങൾ 10th ലെവൽ, +2 ലെവൽ, ഡിഗ്രി ലെവൽ ഈ 3 തലത്തിലുള്ള പരീക്ഷകൾക്കും തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ വളരെ കാലമായിട്ട് പറയുന്ന ഒരു ആവശ്യമാണ്, സർ ഇതെല്ലാം കൂടെ ചേർത്ത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴി പറഞ്ഞു തരുമോ, അതിന്റെ സിലബസ് സെറ്റാക്കി തരുമോ എന്നൊക്കെയുള്ള കാര്യം. അപ്പോൾ ഇന്നത്തെ ഒരു സെഷനിൽ അതാണ് നമ്മുടെ ഹോളിസ്റ്റിക് സിലബസ് ആണ്. അതായത് 10th ലെവൽ പ്രിലിംസ്, മെയിൻസ്, ദെൻ +2 ലെവൽ പ്രധാനമായിട്ട് ഫോഴ്സ് തസ്തികളാണല്ലോ, അത് ഒറ്റ പരീക്ഷ, ദെൻ ഡിഗ്രി ലെവൽ പ്രിലിംസ്, മെയിൻസ്, കോമൺ ആയിട്ടുള്ള എല്ലാ പരീക്ഷകൾക്കും വേണ്ടിയിട്ട് ഒരുമിച്ചുള്ള സിലബസ് ആണ്. അതായത് ഇവിടെ ഉള്ളതും അവിടെ ഉള്ളതും അവിടെ ഉള്ളത് ഇവിടെ ഉള്ളത് ഇവിടെ ഇല്ലാത്തത് അവിടെ ഉള്ളത് ഇങ്ങനെയുള്ള കുറെ സംഭവങ്ങളുണ്ട്. അതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഒരാൾ ഈ 3 പരീക്ഷകൾക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ വേണ്ട ഒരു സിലബസ് ആണ്. ഈ സിലബസ് പ്രിന്റ് എടുത്ത് നിങ്ങളുടെ റൂമിൽ ഒട്ടിച്ച് വെച്ചിട്ട് വേണം പഠിക്കാൻ. നിങ്ങൾക്ക് ഈ വീഡിയോയുടെ കൂടെ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു സിലബസ് നിങ്ങൾക്ക് PDF ആയിട്ട് കിട്ടും. ഓടാൻ വരട്ടെ, അവിടെ പോയിട്ട് അത് നേരെ ഡൗൺലോഡ് ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അങ്ങോട്ടേക്ക് പോവുക. ഓക്കെ, അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ ഒരു കഴിഞ്ഞ മാസം വരെയുള്ള കറണ്ട് അഫയേഴ്സ് നോട്ട്സും നിങ്ങൾക്ക് സൗജന്യമായിട്ട് അവിടെ നിന്ന് കിട്ടും. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ സൗജന്യമായിട്ട് കിട്ടുന്നതാണ്. അതിൽ വേറെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, നിങ്ങളൊന്നും കൊണ്ടും പേടിക്കണ്ട. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഹോളിസ്റ്റിക് സിലബസ് എന്ന് പറയുമ്പോൾ ഈ 3 ലെവൽ പരീക്ഷകൾക്കും വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ഈ 3 ലെവൽ പരീക്ഷകൾ, ഇപ്പോൾ +2 ലെവൽ പരീക്ഷ നോക്കുകയാണെങ്കിൽ ഫോഴ്സിലേക്ക് ഓരോന്നിലും വ്യത്യസ്തമായിട്ടുള്ള മാർക്ക് വെയിറ്റേജ് ആണുള്ളത്. അതേപോലെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ കാര്യങ്ങളിലും ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അതേപോലെ ഡിഗ്രി ലെവൽ പരീക്ഷ ഇപ്പൊ തന്നെ ലാസ്റ്റ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താണ് മെയിൻസ് നടക്കാൻ പോകുന്ന സെക്രട്ടറി ടെസ്റ്റ് ഉണ്ട്. അതിന് പുതിയ സിലബസ് ആണ്. പേപ്പർ 1ഉം പേപ്പർ 2 ആയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചില സിലബസുകൾ ഒഴിച്ചു നിർത്തിയാൽ കോമൺ ആയിട്ടുള്ള എല്ലാ തരം പരീക്ഷകൾക്കും വേണ്ടി പഠിക്കേണ്ട സിലബസ് ആണ്. ഈ സിലബസിലുള്ള കാര്യങ്ങൾ മുഴുവനായിട്ട് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഈ ഒരു സിലബസ് എഴുതി ഒട്ടിച്ചു വെച്ച് കഴിഞ്ഞാൽ അവിടെ മാർക്ക് ചെയ്ത് പഠിക്കുക. അങ്ങനെ ആകുമ്പോൾ എല്ലാ ലെവലിലും ഒരുമിച്ച് അങ്ങ് പഠിക്കാം. പഠിക്കുമ്പോൾ ഡിഗ്രി ലെവലിന്റെ ഒരു ഡെപ്തിൽ അങ്ങോട്ട് പഠിക്കുകയും ചെയ്യുക. അപ്പൊ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. കൂളായിട്ട് ഏത് വേണേ നേടാം, എന്നില്ല അവസാനം ഏത് വേണമെന്നുള്ള സെലക്ഷനുള്ള സൗകര്യവും നിങ്ങൾക്ക് ഉണ്ടാവും. പഠിക്കണേ, എന്നാലേ കിട്ടുള്ളൂ. അപ്പം നോക്കാം. നമുക്ക് ആദ്യം ഈ 3ലും നോക്കുമ്പോൾ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. 10th ലെവൽ പ്രിലിംസ് ആൻഡ് മെയിൻസ്, +2 ലെവൽ ഒറ്റ പരീക്ഷ 100 മാർക്ക്, മറ്റേത് 100, 100, 200, 100, 300. ദെൻ ഡിഗ്രി ലെവൽ പ്രിലിംസ്, മെയിൻസ് 500. അങ്ങനെ 500 മാർക്കിൽ 160 മാർക്ക് കോമൺ ആയിട്ടുള്ള പരീക്ഷകളുടെ കാര്യത്തിലാണ് പറയുന്നത്. മാത്സും ഇംഗ്ലീഷും മലയാളം കൂടിയാണ് 160 മാർക്ക്. അതുകൊണ്ട് തന്നെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം മെച്ചപ്പെടുത്തുക എന്നുള്ളത് എല്ലാ പരീക്ഷകൾക്കും വേണ്ടി ഒരുമിച്ച് ശ്രമിക്കുന്ന ആളുകൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യമാണ്. അതിൽ ഒന്നാമത്തെ ആളെ മാത്സിന് നമുക്ക് എടുക്കുകയാണെങ്കിൽ 10th പ്രിലിംസിന് 20ഉം മെയിൻസിന് 10ഉം, അങ്ങനെ 30 മാർക്ക് ഉണ്ട്. ദെൻ +2 ലെവൽ ഒറ്റ പരീക്ഷ 10 മാർക്ക്. ദെൻ ഡിഗ്രി ലെവൽ പ്രിലിംസിന് 20ഉം മെയിൻസിന് 10ഉം, അങ്ങനെ 30 മാർക്ക് അതും. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോൾ മൊത്തത്തിൽ എത്ര മാർക്ക്? 70 മാർക്ക് ഉണ്ട്. അതായത് ഒരൊറ്റ പരീക്ഷ എടുക്കുകയാണെങ്കിൽ ഒരു 10th ലെവൽ, ഒരു +2 ലെവൽ, ഒരു ഡിഗ്രി ലെവൽ, അങ്ങനെ ഓരോ പരീക്ഷ എടുക്കുകയാണെങ്കിൽ മൊത്തം 500 മാർക്കിൽ 70 മാർക്ക് വരുന്ന ഏരിയ ആണെന്ത് മാത്സ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ പഠിക്കേണ്ട മാത്സിന്റെ ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ കൂട്ടത്തില് നിങ്ങൾ വിചാരിക്കും ഡിഗ്രി ലെവലിലെ വലുത്, അപ്പൊ ഡിഗ്രി ലെവലിന്റെ സിലബസ് മാത്രം എടുത്തു വെച്ച് പഠിച്ചാൽ പോരെ എല്ലാം കിട്ടൂലെന്ന് വിചാരിക്കും. പക്ഷേ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഓരോ സിലബസ് ഏരിയയിലും ഉണ്ട്. ഡിഗ്രി ലെവലിൽ ഇല്ലാത്ത ചില കാര്യങ്ങൾ 10th ലെവൽ പരീക്ഷകളുടെ സിലബസിലുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവും. ഇതാണ് കോമൺ ആയിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ട മാത്സിന്റെ സിലബസ് എന്ന് പറയുന്നത്. സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ഭിന്നസംഖ്യകളും ദശാംശ സംഖ്യകളും തുടങ്ങി ഇങ്ങനെ പോവുക. ഓരോന്ന് ഏതാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല ഇങ്ങനെ. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യത, ഈ 9 ടോപ്പിക്ക് മാത്സ് ബാക്ക്ഗ്രൗണ്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിലും ഉറപ്പായിട്ടും ഇരുന്ന് കഴിഞ്ഞാൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന, ശ്രമിച്ചാൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ്. അപ്പൊ മാത്സ് എനിക്ക് പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് മാറി നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ എന്താണ്, ഈ 3 ടോപ്പിക്കുകൾ നോക്കിയാൽ ഈ 9 ടോപ്പിക്കുകൾ പഠിക്കുന്ന അതേ കാഠിന്യം ഉണ്ടാവുകയും ചെയ്യും വെറും 3 ടോപ്പിക്കിന്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഈ ഒരു സിലബസിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ. മാത്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവരെ സംബന്ധിച്ച് അടിത്തറയിട്ടിട്ട് ഇറങ്ങിത്തിരിച്ചാൽ ഈ ടോപ്പിക്കുകളൊക്കെ പഠിച്ചെടുക്കാൻ പറ്റും. പ്രത്യേകിച്ചും ഈ 9 ടോപ്പിക്കുകൾ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റും. അപ്പൊ ഈ 12 ടോപ്പിക്കുകളോടൊപ്പം തന്നെ 10th പ്രിലിംസിന് മാത്രമായിട്ടുള്ളതാണ് ബേസിക് ആയിട്ടുള്ള ലസാഗു, ഉസാഗ കാണല്, അതേപോലെ വർഗവും വർഗമൂലവും കാണുന്നതും. ഇതും കൂടെ പഠിച്ചാൽ മാത്സിന്റെ സിലബസ് കംപ്ലീറ്റ് ആയി. ഏത് ലെവൽ പരീക്ഷയിലും മാത്സിൽ പിന്നെ നിങ്ങൾ വേറൊരു സാധനം പഠിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് സിലബസ്. പിന്നെ മെന്റൽ എബിലിറ്റിയുടെ കാര്യമാണ്. മെന്റൽ എബിലിറ്റി ഈ പറഞ്ഞ പോലെ ഈ 13 എണ്ണം ഇതെല്ലാത്തിനും കോമൺ ആയിട്ടുള്ളതാ. 10th, +2, ഡിഗ്രി ലെവൽ ഇതിനൊക്കെ കോമൺ ആയിട്ട് ഈ 13 ടോപ്പിക്കുകൾ ഉണ്ട്. ശ്രേണികൾ തുടങ്ങിയിട്ട് ക്ലറിക്കൽ ശേഷി വരെയുള്ള സാധനം ഇത് പ്ലസ് അതിന്റെ കൂടെ എന്ത് 10th പ്രിലിംസിന് മാത്രമായിട്ടുള്ള ചില മെന്റൽ എബിലിറ്റി ടോപ്പിക്കുകളാണ്. തരംതിരിക്കല്, അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം, പിന്നെ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, വയസ്സുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസ്. ഇത്രയും ടോപ്പിക്കുകളാണ് മാത്സിലുള്ളത്. അപ്പൊ മെന്റൽ എബിലിറ്റിയിൽ 16 ടോപ്പിക്കും മാത്സിൽ 14 ടോപ്പിക്കും, മൊത്തം 30 ടോപ്പിക്കുകളാണ് ഇവിടെ ഉള്ളത്. എത്ര മാർക്ക് അവിടെയായി? 70 മാർക്കായി. ഈ 3 ലെവൽ പരീക്ഷ ഓരോ പരീക്ഷ എടുക്കുകയാണെങ്കിൽ തന്നെ. അപ്പൊ നന്നായിട്ട് പഠിച്ചുറപ്പിക്കേണ്ട ഏരിയയാണ്. ഇതാണ് മാത്സിന്റെ സിലബസിൽ. ദെൻ ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ
10th മെയിൻസിന് 10, പ്രിലിംസിന് ഇല്ലല്ലോ ഇംഗ്ലീഷ്. ദെൻ +2 മെയിൻസിന് 10, ഡിഗ്രി പ്രിലിംസിന് 20, മെയിൻസിന് 10. അങ്ങനെ ടോട്ടൽ 50 മാർക്ക് വരുന്ന ഏരിയ ആണ്. അപ്പൊ അതിന്റെ സിലബസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെ ഡിഗ്രി പ്രിലിംസിന്റെ സിലബസ് ആണ് എടുക്കേണ്ടത്, മെയിൻസിന്റെ അല്ല. കാരണം ആ സിലബസിലാണ് കുറച്ചധികം കാര്യങ്ങൾ. ഇതാ കണ്ടോ, ഈ സാധനം ഇതാ, ഇത്രയും സാധനങ്ങൾ നിങ്ങൾ ഇതേപോലെ എഴുതി വെച്ചതായിട്ട് നിങ്ങൾ എവിടെ കാണില്ല. മറ്റ് 10th ലെവൽ, ഡിഗ്രി ലെവൽ, മെയിൻസ്, +2 ലെവൽ അതിന്റെ ഒന്നും ഇംഗ്ലീഷിന്റെ സിലബസിൽ ഇതിൽ കാണില്ല. അപ്പൊ അതുകൊണ്ട് ഈ സിലബസ് ആണ് ഇവിടെ നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, അങ്ങനെ 1 മുതൽ 17 വരെയുള്ള ടോപ്പിക്കുകൾ കണ്ടല്ലോ. ഇതിന്റെ കൂടെ നമ്മൾ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ കൂടെ നോക്കണം. ചില സിലബസിൽ അതും കൂടെ ഉണ്ടാവാറുണ്ട്, അതുകൊണ്ട് അതുകൂടെ അതിന്റെ കൂടെ നോക്കണം. ഓക്കെ, പിന്നെ വൊക്കാബുലറി ആണ്. ഗ്രാമറിൽ ആ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ കൂടെ അതിന്റെ കൂടെ പഠിക്കുക. പിന്നെ വൊക്കാബുലറി ഏരിയയിൽ സിംഗുലർ ആൻഡ് പ്ലൂറൽ, ചേഞ്ച് ഓഫ് ജെൻഡർ, കറക്റ്റീവ് നൗൺസ് തുടങ്ങിയിട്ട് ഇങ്ങനെ 12ാമത്തെ ട്രാൻസ്ലേഷൻ ഓഫ് എ സെന്റൻസ് ഓർ പ്രോവർബ്, അങ്ങനെയുള്ള ഏരിയ വരെയുണ്ട്. ഇതിന്റെ കൂടെ കോമൺ ആയിട്ടുള്ള അബ്രിവിയേഷൻസ്, അതിന്റെ എന്താണ് എക്സ്പാൻഷൻ, അതുകൊണ്ടോ അബ്രിവിയേഷൻസിന്റെ എക്സ്പാൻഷൻ, ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ, ഇത്രയും ചേർന്നാൽ ഇംഗ്ലീഷിന്റെ എല്ലാ പരീക്ഷകൾക്കുള്ള സിലബസ് ആയി. 18 ടോപ്പിക്കുകൾ ഗ്രാമറും, 13 മെന്റൽ എബിലിറ്റിയും, 13 വൊക്കാബുലറിയും, അങ്ങനെ 31 ടോപ്പിക്കുകൾ പഠിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് സെറ്റായി. ഇത്രയും മാർക്ക്, അല്ലെ 50 മാർക്ക് ഈ 3 ലെവൽ പരീക്ഷകൾ ഉറപ്പിക്കാൻ പറ്റും. ഇതാണ് അതിന്റെ ഒരു സിലബസ് എന്ന് പറയുന്നത്. അതല്ലാതെ നിങ്ങൾ ഡിഗ്രി ലെവൽ ആണ് ഏറ്റവും വലുതെന്ന് വിചാരിച്ചിട്ട് ആ ഡിഗ്രി ലെവൽ മെയിൻസിന്റെ സിലബസ് എടുത്ത് വെച്ച് പഠിച്ചാൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ആ ഏരിയകൾ ഡ്രോപ്പ് ആവും, അല്ലെ, ഈ ഏരിയ ഡ്രോപ്പ് ആവും. അതുകൊണ്ട് ഇതും കൂടെ ചേർത്ത് പഠിക്കണം. ഇങ്ങനെ തിരിച്ചറിവ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ എല്ലാ സിലബസുമായിട്ട് നമുക്ക് നല്ല വ്യക്തമായിട്ടുള്ള ബന്ധം ഉണ്ടാവണം. അപ്പൊ അങ്ങനെയുള്ള ഒരു സാധനമാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് വെച്ചിട്ട് വേണം പഠിക്കാൻ. ദെൻ മലയാളത്തിന്റെ കാര്യം 10 മാർക്ക് പ്രിലിംസും മെയിൻസും 10, 10, 20, അങ്ങനെ മൊത്തം 40 മാർക്കിന് വരുന്ന ഏരിയയാണ് മലയാളം എന്ന് പറയുന്നത്. അപ്പൊ അവിടുത്തെ സിലബസിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഒരു വ്യത്യാസവും ഇല്ല. 10th, +2, ഡിഗ്രി ഏത് ലെവൽ പരീക്ഷ ആയാലും, മെയിൻസ് ആയാലും, പ്രിലിംസ് ആയാലും ഒക്കെ മലയാളത്തിന്റെ കാര്യത്തിൽ യാതൊരു വ്യത്യാസവും ഇല്ല. ഈ 13 ടോപ്പിക്കുകളാണ്. പദശുദ്ധി, വാക്യശുദ്ധി തുടങ്ങിയിട്ട് ഘടകപദം, വാക്യം ചേർത്തെഴുതുക വരെയുള്ള ഇത്രയും സാധനങ്ങളാണ് അവിടെ ഉള്ളത്. പക്ഷെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ചേർത്തെഴുതുന്നതിന്റെ കൂടെ സന്ധി കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അത് ചില പരീക്ഷകൾ ചോദിക്കാറുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇത് കോമൺ ആണ് സിലബസ് മലയാളത്തിന്റെ കാര്യം. അപ്പൊ ഇതാണ് മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിന്റെ കാര്യം. ഇനി ബാക്കി GK-യുടെ കാര്യമാണ്. ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, ഭരണഘടന, ഇങ്ങനെയുള്ള ഏരിയകൾ ഉണ്ടല്ലോ. ഇതിൽ ഏത് സിലബസ് വെച്ചാൽ നിങ്ങൾ എല്ലാത്തിനും കൂടെ പഠിക്കുന്ന ആളുകൾ പഠിക്കേണ്ടതെന്ന് ചോദിച്ചാൽ എല്ലാത്തിനും ഡിഗ്രി ലെവൽ സിലബസ് അല്ല, ചില വ്യത്യാസങ്ങളുണ്ട്. അതാണ് ഞാൻ ഈ ഒരു സാധനം ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒന്നാമത്തത് ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ സിലബസിന്റെ കഷ്ണമാണ് ഈ എടുത്തിരിക്കുന്നത് ഞാൻ. അതാണ് അവിടെ എടുക്കേണ്ടത്. കാരണം അതിലാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഉള്ളത്. മെയിൻസിന് ഇതിൽ നിന്ന് ഏത് കട്ടാവുന്ന മിഡീവൽ ഇന്ത്യ ഉണ്ടാവില്ല. ബാക്കി ഏരിയകളൊക്കെ എല്ലാത്തിനും കോമൺ ആണ്. ബാക്കി 10th ആയാലും 12th ആയാലും ഡിഗ്രി ലെവൽ ആയാലും ഹിസ്റ്ററിയുടെ സിലബസിൽ വേറെ കാര്യമായ മാറ്റം ഇല്ല. ഈ ഒരു സിലബസ് അങ്ങ് എടുത്ത് വെച്ച് പഠിച്ചാൽ മതി. ഇതാണ് യഥാർത്ഥത്തിൽ കേരള ഹിസ്റ്ററി മൊത്തം, ദെൻ ഇന്ത്യൻ ഹിസ്റ്ററി മൊത്തം, ദെൻ വേൾഡ് ഹിസ്റ്ററി മൊത്തം. ഇതാണ് ഇവിടുത്തെ മൊത്തം സിലബസ്. ഇവിടെ ഡിഗ്രി ലെവൽ പ്രിലിംസിന് മാത്രമേ എന്തുള്ളൂ, മിഡീവൽ ഇന്ത്യ ഉള്ളൂ. പിന്നെ KS പോലെയുള്ള പരീക്ഷകൾക്ക് ഉണ്ട്. നമ്മൾ കോമൺ ആയിട്ടുള്ള പരീക്ഷകളുടെ കാര്യമാണ് പറയുന്നത്, 10th, 12th, ഡിഗ്രി ലെവൽ. അപ്പൊ അതിൽ മിഡീവൽ ഇന്ത്യ എവിടെ മാത്രം? ഡിഗ്രി പ്രിലിംസിന് മാത്രം. ആ പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ, അല്ലെങ്കിൽ പ്രിലിംസ് എന്നുള്ള ആ ഒരു പരീക്ഷ സ്ട്രാറ്റജിക്കലി നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഇത് പഠിച്ചില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല. കാരണം ഇവിടത്തേക്ക് മാത്രമായിട്ട് നിങ്ങൾ ഇത്രയും വലിയൊരു സാധനം പഠിക്കുമ്പോൾ ബാക്കി ഇത്രയും പഠിക്കുന്ന അതേ അളവിൽ തന്നെ ഏകദേശം ഇവിടെ പഠിക്കാനുണ്ട്. മിഡീവൽ ഇന്ത്യയിലെ എല്ലാ കാര്യങ്ങളും അഡ്മിനിസ്ട്രേഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് പ്രാധാന്യം. പക്ഷെ അവിടെ ഏകദേശം എല്ലാ രാജാക്കന്മാരെയും അവരുടെ വംശത്തെയും കുറിച്ചൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതങ്ങ് ഡ്രോപ്പ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് യഥാർത്ഥ സ്ട്രാറ്റജി ഡിഗ്രി ലെവലിൽ. ഡിഗ്രി ലെവലിന് മാത്രമല്ല ഏത് ലെവലിലായാലും, കാരണം ഇത് അവിടെ മാത്രമല്ലേ വരുന്നുള്ളൂ. അപ്പൊ അത് നിങ്ങളുടെ സൗകര്യത്തിന് വിടുന്നു. അപ്പൊ ഇതാണ് ഹിസ്റ്ററിയുടെ സിലബസ്. കേരള ഹിസ്റ്ററി, ദെൻ ഇന്ത്യൻ ഹിസ്റ്ററി, ദെൻ വേൾഡ് ഹിസ്റ്ററി. ഈ ഒരു സാധനമാണ് എടുക്കേണ്ടത്. അത് പ്രിന്റ് എടുത്ത് ഒട്ടിച്ചു വെക്കുക. ദെൻ ജോഗ്രഫിയുടെ കാര്യത്തില് ഈ സാധനങ്ങൾ തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. 10th, 12th, ഡിഗ്രി ലെവൽ എല്ലാ മെയിൻസ് പരീക്ഷയ്ക്കും പ്രിലിംസ് പരീക്ഷയ്ക്കും ഇതാണ് സിലബസ്. പക്ഷെ 10th ലെവൽ പ്രിലിംസ് പരീക്ഷയിൽ കുറച്ച് കാര്യങ്ങൾ അഡീഷണൽ ഉണ്ട്. ഹിസ്റ്ററിയിൽ ആ കാര്യങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഹിസ്റ്ററി പറയുന്നത് എന്താണ്? ഇന്ത്യയുടെ സ്വാതന്ത്ര്യമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയും. അത് ഓൾറെഡി ഇവിടെ പഠിക്കുന്നുണ്ടല്ലോ ഹിസ്റ്ററിയിൽ. അതേപോലെ തന്നെയാണ് കേരളമായിട്ട് ബന്ധപ്പെട്ട് കേരള ചരിത്രം, കേരള നവോത്ഥാനവും, അതേപോലെ തന്നെ ദേശീയ പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലെ മുന്നേറ്റങ്ങളും അത് ഓൾറെഡി ഇവിടെയും അവിടെ പഠിക്കുന്നതുകൊണ്ട് നമുക്ക് അത് എക്സ്ട്രാ എഴുതി വെക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ജോഗ്രഫിയുടെ കാര്യത്തിൽ അതല്ല. ജോഗ്രഫി ഇതാ പൊതുഭൂമിശാസ്ത്രം, ദെൻ ഇന്ത്യൻ ഭൂമിശാസ്ത്രം, ദെൻ കേരള ഭൂമിശാസ്ത്രം. ഈ സിലബസ് എല്ലാ ലെവൽ പരീക്ഷകൾക്കും കോമൺ. പ്ലസ്
10th പ്രിലിംസിന് മാത്രമുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ ആഡ് ചെയ്യണം. ഇതാണ് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ. ഓക്കെ, ഓൾറെഡി അവിടുത്തെ സിലബസ് കണ്ട് ഞാൻ ഇത് ഇതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്തെന്നുള്ളൂ, ഇല്ലെല്ലാം വേണ്ട ആവശ്യമില്ല. കാരണം ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ അവിടെ പഠിക്കുന്നുണ്ട്, എല്ലാ സിലബസിലും ഉണ്ട്, അവിടെ സിലബസിലുണ്ട്. ഇതിൽ ഈ സാധനം എടുക്കണം, അതിർത്തികളും അതിരുകളും. അതിർത്തികളും അതിരുകൾ എടുക്കണം. പിന്നെ ഊർജ്ജ മേഖല അവിടെ എന്തായാലും പഠിക്കും, കാരണം ആ സിലബസിൽ അപ്പുറം ഉണ്ട്, ഊർജ്ജ സ്രോതസ്സുകൾ അവിടെ ഉണ്ട്. ഗതാഗത മേഖലയും ഉണ്ട്. പിന്നെ ഇതെടുക്കണം, വാർത്താവിനിമയ മേഖല. ഇത് അവിടെ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് വിട്ടുപോകും. അപ്പോൾ വാർത്താവിനിമയ മേഖല എടുക്കണം. വ്യാവസായിക മേഖല അവിടെയുണ്ട്, വ്യവസായം അവിടെയുണ്ട്. അപ്പം ഈ സാധനം കൂടെ അതിന്റെ കൂടെ ചേർക്കണം. എന്തില്? ഇന്ത്യയുടെ ഭൂമിശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട്. ദെൻ കേരള ഭൂമിശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള അടിസ്ഥാന വിവരങ്ങൾ 10th പ്രിലിംസിന് വേണ്ടിയിട്ട് പഠിച്ചു വെക്കണം. അതേപോലെ നദികളും കായലുകളും ഒക്കെ അവിടെ ടോപ്പിക്കിലുണ്ട്. വിവിധ വൈദ്യുത പദ്ധതികൾ എന്നും പറഞ്ഞ അവിടെ ടോപ്പിക് ഉണ്ടാവില്ല, അത് പഠിക്കണം. ദെൻ വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും എന്നുള്ള ടോപ്പിക്ക് പഠിക്കണം. പിന്നെ മത്സ്യബന്ധനം പഠിക്കണം. പിന്നെ കേരളത്തിന്റെ കായിക രംഗം, പിന്നെ തദ്ദേശ സ്വയംഭരണം കൂടി അങ്ങ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞു. ഓക്കെ, ഇത് കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ, പ്രത്യേകതകൾ. അതുകൊണ്ടാണ് ഈ ടോപ്പിക് ഒക്കെ ഇവിടെ വരുന്നത്, ഭൂമിശാസ്ത്രം അല്ലല്ലോ. അപ്പം അത് പ്രത്യേകിച്ച് ഇതിന്റെ കൂടെ അങ്ങ് പഠിക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യേണ്ടത്. ഇത്രയും സാധനങ്ങൾ ഇവിടെ കൂട്ടിച്ചേർത്താൽ പിന്നെ ജോഗ്രഫിയുടെ കാര്യത്തിൽ വേറെ ഒന്നും നിങ്ങൾ പഠിക്കേണ്ടതില്ല. പിന്നെ എക്കണോമിക്സിന്റെ കാര്യം. എക്കണോമിക്സിന്റെ സിലബസിൽ പ്രിലിംസിനും ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെയും ഡിഗ്രി ലെവൽ മെയിൻസിന്റെയും രണ്ടും കൂടെ ചേർത്ത് വെച്ച് പഠിക്കണം. കാരണം ഇവിടെയുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ ഇല്ല, അവിടെ ഉള്ളത് ഇവിടെ ഇല്ല, അത്രയേ ഉള്ളൂ വ്യത്യാസം. പക്ഷേ ഈ രണ്ട് സിലബസും കൂടെ ചേർത്താണ് ഇവിടുത്തെ സിലബസ് ഉണ്ടാക്കേണ്ടത്. കണ്ടോ, നാഷണൽ ഇൻകം, പെർ ക്യാപിറ്റ ഇൻകം, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, എക്കണോമിക് സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഇവിടം വരെയുള്ള സാധനങ്ങൾ അവിടെ കാണില്ല. പക്ഷെ അവിടെ ഇന്ത്യൻ എക്കണോമി എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിൽ വരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണിത്. പിന്നെ ഈ സാധനങ്ങളൊക്കെ ഇതേപോലെ തന്നെ അവിടെയും ഇവിടെയൊക്കെ എഴുതി വെച്ച് നിങ്ങൾക്ക് കാണാം. ഓക്കെ, പിന്നെ കുറച്ച് സാധനങ്ങൾ അഡീഷണൽ ആയിട്ട് ഇവിടെ ഉള്ളത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് ഓൾറെഡി ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ സിവിക്സിന്റെ ടോപ്പിക്കിലും കിടക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ 10th മെയിൻസിന്റെ ടോപ്പിക്കിൽ സുപ്രധാന നിയമങ്ങളിലും നമ്മൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പഠിക്കും. 10th 12th ഡിഗ്രി ലെവൽ അവിടെയൊക്കെ സുപ്രധാന നിയമങ്ങൾ എവിടെയൊക്കെ ഉണ്ട് അവിടെയും കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പഠിക്കും, അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇതാണ് ഈ ഒരു സിലബസും എടുക്കണം, പ്ലസ് എക്കണോമിക്സിന്റെ ഈ സിലബസും എടുക്കുക. മാർക്ക് നിങ്ങൾ നോക്കണ്ട, മാർക്ക് വെയിറ്റേജ് ഓരോന്നിനും ഓരോ രീതിയിലാണ്. ഇവിടെ ഇന്ത്യ എക്കണോമി എന്ന് കൊടുത്തു, അതിൽ വരുന്ന കാര്യങ്ങളാണ് അവിടെ ഒക്കെ പറഞ്ഞത്, എങ്കിലും പ്രത്യേകം അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയും കോമൺ ആണ്. പിന്നെ ഇവിടെ അഗ്രികൾച്ചർ ഉണ്ട്, ഗ്രീൻ റവല്യൂഷൻ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്, മിനറൽസ് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ടാക്സസ്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സസ് പറഞ്ഞിട്ടുണ്ട്, പിന്നെ GST അതിൽ പ്രത്യേകിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് രണ്ടും കൂടെ ചേർത്തുള്ള സിലബസ് ആണ് എക്കണോമിക്സിന്റെ കാര്യത്തിൽ നമ്മൾ കൊണ്ടുപോയേണ്ടത്. പിന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ സിലബസ് എടുക്കുന്ന സമയത്ത് ഇത് ഞാൻ എടുത്തിരിക്കുന്ന SI പരീക്ഷയുടെ സിലബസ് ആണ്. ഈ സാധനം പഠിച്ചാൽ കംപ്ലീറ്റ് ആയി, എല്ലാ പരീക്ഷയ്ക്കും ഒക്കെ ആയി. ബാക്കിയുള്ളതിന്റെ സിലബസിൽ നിങ്ങൾ ഇത്ര വലുപ്പത്തിൽ കാണില്ല, കാരണം അവിടെ ഇതേ കാണുള്ളൂ, കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റീസ് ആൻഡ് ദർ ഫങ്ഷൻസ്, അത് മാത്രമേ ഉള്ളൂ. അതിൽ വരുന്ന ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ, അതേ വ്യത്യാസമുള്ളൂ. ബാക്കി ഭരണഘടനയുടെ സിലബസ് എല്ലാ പരീക്ഷകൾക്കും ഏകദേശം സെയിം ആണ്. ഇത് ഇങ്ങനെ തന്നെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. പിന്നെ താഴെ GST കൗൺസിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതിലൊക്കെ അതിൽ വരുന്ന കാര്യങ്ങളാണ്. പിന്നെ ഈ ലാസ്റ്റ് ഉള്ള ഈ സാധനങ്ങളും ഇതിവിടെ മാത്രമാണ് കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ട് ഈ സിലബസ് വെച്ചിട്ടാണ് ഇന്ത്യൻ ഭരണഘടന പഠിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ മറ്റു പരീക്ഷകളുടെ സിലബസിനെ നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, ഇതിൽ പെടാത്ത വേറെ എന്തെങ്കിലും അവിടെ ഉണ്ടാവുക എന്നുള്ള പേടിയേ വേണ്ട, ഈ സിലബസ് എടുത്താൽ മതി. ദെൻ കേരള ഗവേണൻസിനും ഈ സിലബസ് എടുക്കണം. അത് ഓരോ പരീക്ഷയിലും ഒരേപോലെയാണെന്ന് വിചാരിക്കുന്നുണ്ടാവും നിങ്ങൾ, പക്ഷേ തെറ്റി. ഇവിടെ ഈ സിലബസിലാണ് അഡീഷണൽ കൂടുതൽ കാര്യങ്ങളുള്ളത്. അതായത് ബാക്കിയുള്ള ഈ സിലബസിലൊക്കെ നിങ്ങൾ ഇവിടം വരെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പൊ 10th ലെവൽ മെയിൻസിന്റെ ഒക്കെ സിലബസിൽ അവിടം വരെയുള്ള കാര്യങ്ങളേ ഉണ്ടാവും. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ അത് ഈ സിലബസിലേ ഉള്ളൂ. അതുകൊണ്ട് ഈ സിലബസ് എടുക്കണം, എന്നിട്ട് വേണം കേരള ഗവേണൻസ് പഠിക്കാൻ. ഓക്കെ, അപ്പോൾ അതങ്ങനെ നോക്കുക. ഇനി കമ്പ്യൂട്ടറായിട്ട് ബന്ധപ്പെട്ടുള്ള സിലബസിൽ ഒരു മാറ്റവും ഇല്ല. എല്ലാ 10th 12th ഡിഗ്രി എല്ലാ പരീക്ഷകളിലും സെയിം സിലബസ് തന്നെയാണ്. ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും നെറ്റ്വർക്കുകളും അതേപോലെ തന്നെ ഇന്റർനെറ്റ്, അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ 4 മൊഡ്യൂൾ തന്നെയാണ് എല്ലാ സിലബസിലും ഉള്ളത്. അതുകൊണ്ട് അതൊരു വിഷയമില്ല. ഇനി സുപ്രധാന നിയമങ്ങൾ, ഒന്നിന്റെയും മാർക്ക് വെയിറ്റേജ് നോക്കണ്ട കേട്ടോ, അത് ഓരോന്നിനും പല രീതിയിലാണ്. ഓക്കെ, ഇതേപോലെ തന്നെ 5 ഏരിയകളാണ്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, ഇതാ പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമേഴ്സ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. പിന്നെ ലോ ഫോർ ദ പ്രൊട്ടക്ഷൻസ് ഓഫ് വൾണറബിൾ സെക്ഷൻസ്, പിന്നെ പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ് ഗാർഡിംഗ് ഓഫ് വുമൻ, ദെൻ പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ് ഗാർഡ്സ് ഓഫ് ചിൽഡ്രൻ. ഇത്രയും ഏരിയകളാണ്. ഈ 5 മൊഡ്യൂളാണ്. സുപ്രധാന നിയമങ്ങൾ എല്ലാത്തിനും സെയിം ആണ്. പിന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയിൽ അവിടെ ഈ 5ന്റെ കൂടെ 3 എണ്ണോട് ചേർത്ത് 8 എണ്ണാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് ആ ഒരു
സ്പെഷ്യൽ ടോപ്പിക് എന്നുള്ളതിന് പകരം അവിടെ പ്രത്യേകമായിട്ട് കൊടുക്കാതെ അതിന്റെ കൂടെ ആഡ് ചെയ്ത് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അത് വിദ്യാഭ്യാസ നയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. കോമൺ പരീക്ഷയുടെ സിലബസ് ഇതാണ് സുപ്രധാന നിയമങ്ങൾ അറിയേണ്ടത്. ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ എല്ലാ പരീക്ഷകൾക്കും സെയിം സിലബസ്. ആർട്സിൽ കുറെ കാര്യങ്ങൾ ഇതാ, പിന്നെ ഇതാ സ്പോർട്സ്, ദെൻ സ്പോർട്സ് തന്നെ ഒളിമ്പിക്സും കാര്യങ്ങളൊക്കെ, ദെൻ എന്താണ് സാഹിത്യം, സംസ്കാരം. ഇത് സെയിം സിലബസ് ആണ് എല്ലാ ലെവൽ പരീക്ഷകൾക്കും. ഓക്കെ, ഇനി ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് എടുക്കണം. മാർക്ക് നോക്കണ്ട. ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് ഈ 7 ടോപ്പിക്കുകൾ അതേപോലെ തന്നെയാണ് ഭൂരിഭാഗം പരീക്ഷകൾക്കും വേണ്ടത്. പ്ലസ് ഇവിടെ ഈ സാധനം കണ്ടോ നിങ്ങള്, എന്താ ബേസിക് ഹെൽത്ത് ഫാക്ട്സ്, പിന്നെ എൻവയോൺമെന്റ് ആൻഡ് എൻവയോൺമെന്റൽ ഹസാർഡ്സ്, ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ 7 എണ്ണം പഠിക്കുക. പ്ലസ് കേരളത്തിലെ ഭക്ഷ്യ കാർഷിക വിളകൾ, അവിടെ പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും പരിസ്ഥിതിയിൽ ഉൾപ്പെടുന്നതാണെങ്കിലും കാർഷിക മേഖല എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടില്ല. പക്ഷെ ഇത് 10th ലെവൽ പരീക്ഷയിൽ ഇങ്ങനെ തന്നെ ടോപ്പിക് ഉള്ളത് കൊണ്ട് അത് പ്രത്യേകം തന്നെ നന്നായിട്ട് നോക്കണം. പിന്നെ വനങ്ങൾ, വനവിഭവങ്ങൾ, എന്താണ് സാമൂഹ്യ വനവൽക്കരണം, ഇത്രയും സാധനങ്ങൾ കൂടെ അവിടെ അഡീഷണൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ലൈഫ് സയൻസിന്റെ കാര്യം സെറ്റായി. ഓക്കെ, പല പരീക്ഷകൾക്കും പല രീതിയിലാണ് അതിന്റെ മാർക്ക് ഉള്ളത്. ഓക്കെ, ദെൻ അടുത്തത് ഫിസിക്സ് സെയിം ആണ്. 8 മൊഡ്യൂളുകളാണ്. അത് 10th, 12th ഡിഗ്രി ലെവൽ എല്ലാ പരീക്ഷകൾക്കും സെയിം സിലബസ് ആണ്. 8 മൊഡ്യൂളുകൾ, 1, 2, 3 അങ്ങനെ 8 മൊഡ്യൂളുകൾ സെയിം സിലബസ് ആണ് എല്ലാ പരീക്ഷകൾക്കും. അത് അതേപോലെ എടുക്കുക. ഓക്കെ, പ്ലസ് സൗരയൂഥവും സവിശേഷതകളും, ദ്രവ്യവും പിണ്ഡവും ഭാരവും, അത് പ്രത്യേകം പഠിക്കുക. കാരണം 10th ലെവൽ പ്രിലിംസിന്റെ സിലബസിൽ സൗരയൂഥവും സവിശേഷതകളും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഈ മെയിൻസിന്റെ ഒക്കെ സിലബസിൽ ISRO ആയിട്ട് ബന്ധപ്പെട്ടുള്ള നേട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളൂ. സൗരയൂഥത്തിന്റെ ബാക്കി കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് അത് നോക്കണം. പിന്നെ ദ്രവ്യവും പിണ്ഡവും എന്നുള്ളൊരു ടോപ്പിക് ഉണ്ട്, അതും കൂടെ അഡീഷണൽ ആയിട്ട് നോക്കണം. മറ്റുള്ള മെയിൻസിന്റെ ഒക്കെ സിലബസിൽ നിങ്ങൾ എന്ത് കാണില്ല, ഈ ഒരു ഏരിയ കാണില്ല. പിണ്ഡവും ഭാരവും കൂടെ അതിന്റെ കൂടെ നോക്കുക. ടോപ്പിക്കിന്റെ പേര് ദ്രവ്യവും പിണ്ഡവും എന്നാണെങ്കിലും പിണ്ഡവും ഭാരവും തമ്മിലുള്ള വ്യത്യാസവും അത് കമ്പയർ ചെയ്യുന്ന ചില ചോദ്യങ്ങളൊക്കെ അവിടെ വരാറുണ്ട്. അതുകൊണ്ട് ഈ ടോപ്പിക് കൂടെ അതിന്റെ കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഫിസിക്സ് ഓക്കെ. ദെൻ കെമിസ്ട്രി എല്ലാ പരീക്ഷയിലും സെയിം സിലബസ് 1, 2, 3 ഈ മൊഡ്യൂൾ അനുസരിച്ചുള്ള സിലബസ് ആണ് എല്ലാ പരീക്ഷയിലും. അത് നേരെ എടുത്താൽ മതി. പ്ലസ് 10th ലെവൽ പ്രിലിംസിന് മാത്രം ചെറിയ വ്യത്യാസം, ആ സാധനം ആഡ് ചെയ്യുക. അയിരുകളും അതിലുള്ള എന്താണ് 7, 5, 12 ടോപ്പിക്കുകൾ ഉണ്ട് ഫിസിക്കൽ സയൻസിൽ. അതിൽ ഈ 3 ടോപ്പിക്കുകൾ എടുക്കുക. ബാക്കിയൊക്കെ നേരത്തെ കൊടുത്ത ഈ സിലബസ് ഉണ്ടല്ലോ ഇവിടെ ഉൾക്കൊള്ളപ്പെടുന്നതാണ്. ഇനി എന്ത് എടുത്താൽ മതി? അയിരുകളും ധാതുക്കളും എടുക്കുക. ഹൈഡ്രജനും ഓക്സിജനും, രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ, ഈ സാധനം കൂടെ കയറ്റി കഴിഞ്ഞാൽ കെമിസ്ട്രി സിലബസ് കംപ്ലീറ്റ് ആയി. ഇനി സിവിക്സും സയൻസ് ആൻഡ് ടെക്നോളജിയും ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയിൽ മാത്രമേ ഉള്ളൂ, മെയിൻസിന് ഇല്ല. അതേപോലെ തന്നെ മറ്റ് ലെവൽ പരീക്ഷകൾ എവിടെയും ഇല്ല. അതുകൊണ്ട് അത് എങ്ങനെ പഠിക്കണം എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. ഡിഗ്രി ലെവൽ പ്രിലിംസ് പാസ്സാകാൻ ഇംഗ്ലീഷ്, മാത്സ്, മലയാളത്തിൽ നിന്ന് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാം. പിന്നെ മറ്റെല്ലാ പരീക്ഷകൾക്കുള്ള കോമൺ ഏരിയകൾ നമ്മൾ പഠിക്കുന്നതിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യുക. അങ്ങനെയാണ് അതിന്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അല്ലാതെ അവിടെ മാത്രമുള്ള ഈ ഏരിയകൾ പഠിക്കാൻ ഇത്തിരി ചിന്താശേഷിയുള്ളവരാരും നിൽക്കാറില്ല. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഈ സിവിക്സിൽ പറഞ്ഞിരിക്കുന്ന പല ഏരിയകൾ കണ്ടോ, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നേരത്തെ പറഞ്ഞില്ല, അവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഹ്യൂമൻ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട അതേപോലെ ഗവൺമെന്റ്, അതിന്റെ എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ എന്നുള്ള കാര്യങ്ങൾ എവിടെ വന്നിട്ടുണ്ട്, ഭരണഘടനയിൽ അവിടെയുണ്ട് ഗവൺമെന്റിന്റെ ഘടകങ്ങൾ. അപ്പൊ അവിടെ പഠിക്കുന്നതാണ്. ദെൻ ഇൻഫർമേഷൻ കമ്മീഷൻ ആൻഡ് റൈറ്റ്സ് ഇൻഫർമേഷൻ ആക്ട്, സുപ്രധാന നിയമങ്ങൾ പഠിക്കുന്നതാണ്. ഇ ഗവേണൻസ് അല്ലെ, അപ്പൊ ഇതൊക്കെ എവിടെ പഠിക്കുന്നതാണ്? കേരള ഭരണ സംവിധാനത്ത് പഠിക്കുന്നതാണ്. അഡ്മിനിസ്ട്രേഷൻ, ബ്യൂറോക്രസി, ഈ സിവിൽ സർവീസ്, സ്റ്റേറ്റ് സിവിൽ സർവീസ്, ഇതവിടെ പഠിക്കുന്നില്ല എന്നേ ഉള്ളൂ. ഓക്കെ, കേരള ഭരണ സംവിധാനത്തിൽ കേരളത്തിന്റെ സിവിൽ സർവീസ് പഠിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ അവിടെ ഇവിടെ ഒക്കെ വരുന്നുണ്ട് വേറെയും. അപ്പൊ അതേപോലെ തന്നെ എംപ്ലോയ്മെന്റ് സ്കീമുകളും, പിന്നെ എന്താണ് കുട്ടികൾക്കും വനിതകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാനുള്ള നിയമങ്ങളും കാര്യങ്ങളൊക്കെ അവിടെയും വരുന്നുണ്ട്. അതായത് ഈ ഒരു സാധനം ഡിഗ്രി ലെവൽ പ്രിലിംസിനേ ഉള്ളൂ, പക്ഷെ മറ്റു പരീക്ഷകളിൽ സിലബസിൽ പലയിടത്തായിട്ട് ഒളിഞ്ഞു കിടക്കുന്നുണ്ട് അല്ലെ. സുപ്രധാന നിയമങ്ങളുടെ ഭാഗമായിട്ടും ഭരണഘടനയുടെ ഭാഗമായിട്ടും അതേപോലെ തന്നെ എന്താണ് കേരള ഭരണ സംവിധാനത്തിന്റെ ഭാഗമായിട്ടും ഒക്കെ ആയിട്ട് പലയിടത്ത് കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി അപ്പം സിവിക്സിന്റെ കൂടെ ഈ ഒരു സിവിക്സ് സിലബസ് പ്ലസ് 10th ലെവൽ പ്രിലിംസ് പരീക്ഷയിൽ മാത്രമായിട്ട് ഒരു പ്രത്യേക സാധനം ഉണ്ട്, പൗരന്റെ അവകാശങ്ങളും കടമകളും എന്നൊക്കെ പറയുന്ന ഒരു സാധനം. അപ്പോൾ ഈ പറയുന്ന അവകാശങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നതാണ്, ഭരണഘടനയെ പഠിക്കുന്നുണ്ട് അത്. പ്ലസ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ, ദേശീയ പതാക, ദേശീയ ഗീതം, ദേശീയ ഗാനം എക്സെട്ര അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നോക്കാനുണ്ട്. പിന്നെ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ, ഈ സാധനങ്ങൾ. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്ത് സിവിക്സിന്റെ ഒരു സിലബസ് ആക്കി വെച്ചിട്ട് ഇത് പഠിക്കണം. ഓക്കെ,
പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി ഞാൻ പറഞ്ഞു, ഡിഗ്രി ലെവൽ പ്രിലിംസിന് മാത്രമേ ഉള്ളൂ. മെയിൻസിന് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ ലൈഫ് സയൻസ് എന്ന് പറഞ്ഞിട്ട് വേറെ ആയിട്ടാണുള്ളത്. അതിന്റെ സിലബസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ കംപ്ലീറ്റ് ഡ്രോപ്പ് ചെയ്താലും ഒന്നും സംഭവിക്കാനില്ല. ഇവിടുന്ന് സയൻസ് ആൻഡ് ടെക്നോളജി എന്നുള്ള കറണ്ട് അഫേഴ്സ് കാര്യങ്ങൾ മാത്രമായിട്ട് പഠിച്ചു പോയാൽ തന്നെ ഡിഗ്രി ലെവലിൽ ഒരു പ്രശ്നമില്ലാതെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റും അതിനെ. അപ്പം ഇതാണ് മൊത്തത്തിലുള്ള സിലബസ്. പിന്നെ കറണ്ട് അഫേഴ്സ് ഞാൻ ഇവിടെ ഉള്ളത് കൊണ്ട് ഇവിടെ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ മാത്രമല്ലേ കറണ്ട് അഫേഴ്സ്. കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് നമ്മൾ പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അന്ന് മുതൽ പിന്നെ അങ്ങോട്ടേക്കുള്ള കറണ്ട് അഫേഴ്സ് ഓരോ ദിവസവും അപ്ഡേറ്റ് ചെയ്ത് പഠിക്കുക. ഓരോ ദിവസമുള്ള അതാ ദിവസങ്ങൾ പഠിക്കുക. പിന്നെ മന്ത്ലി കറണ്ട് അഫേഴ്സും വീക്ക്ലി കറണ്ട് അഫേഴ്സ് ക്ലാസ്സുകളൊക്കെ കണ്ടുപഠിക്കുക. പരീക്ഷ എടുക്കുന്ന സമയത്ത് മൊത്തത്തിലുള്ള റിവിഷൻ നടത്തുക. ആ രീതിയിൽ കറണ്ട് അഫേഴ്സ് എല്ലാ PSC പരീക്ഷകൾക്കും ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. പല പരീക്ഷകളും പല രീതിയിലാണ് മാർക്ക് വെയിറ്റേജ്. അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ട് താനും. അപ്പൊ ഇതെല്ലാം കൂടെ ഒന്ന് പ്രിന്റ് എടുത്തിട്ട് നിങ്ങളുടെ പഠനമുറിയിൽ ഒട്ടിച്ചു വെച്ചിട്ട് വേണം നിങ്ങൾ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ. അപ്പൊ എല്ലാ ലെവൽ പരീക്ഷകൾക്കും നിങ്ങൾക്ക് സുന്ദരമായിട്ട് പഠിക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു സിലബസ് ഇതേപോലെ നിങ്ങൾക്ക് ഓരോ സെക്ഷൻ ആക്കിയിട്ടോ അല്ലെങ്കിൽ ഒരുമിച്ചാക്കിയിട്ടോ പ്രിന്റ് എടുത്തിട്ട് പഠനമുറിയിൽ ഒട്ടിച്ചു വെക്കുക. നിങ്ങൾ ഓരോ ഏരിയ പഠിച്ചു പോകുന്ന സമയത്ത് അത് അടിവരയിട്ട് പോവുക. ഇത് വായിച്ചു അല്ലെങ്കിൽ ടിക്ക് ചെയ്യുക അല്ലെങ്കിൽ അടിവരയിടുക. അങ്ങനെ തീർത്ത് മുന്നേറുക. നിങ്ങൾക്ക് ഏത് ലെവൽ പരീക്ഷകളും ക്രാക്ക് ചെയ്യാൻ പറ്റും. അതിന് ഇത് ഉപകാരമായി മാറും. അപ്പൊ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരെയാണ്. നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. ഈ ഒരു സിലബസ് നിങ്ങൾക്ക് PDF ആയിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ കൂടെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു PDF കിട്ടും. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ മാസം വരെയുള്ള കറണ്ട് അഫേഴ്സിന്റെ നോട്ട്സും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പൊ അതൊക്കെ ഉപയോഗിച്ച് എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ബൈ.